പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദേവസ്വം LD പരീക്ഷാ വിജ്ഞാപനമൊക്കെ വന്നു. പരീക്ഷാ തീയതിക്ക് കൃത്യം ഒരു മാസം മുമ്പ് മാത്രമാണ് പരീക്ഷാ തീയതിയും സിലബസും വരിക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് മുൻ വർഷങ്ങളിലെ സിലബസ് അനലൈസ് ചെയ്ത് പഠിക്കുവാനാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പൊ നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ സിലബസിൽ 15 മാർക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതും ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടതുമായ വിവരങ്ങളാണ്. അത് നമ്മൾ കാണുമ്പോൾ തന്നെ പേടിച്ചു പോകും അല്ലെ? പക്ഷേ നിങ്ങൾ ടെൻഷനൊന്നും ഒടിക്കേണ്ട. ആ സിലബസിനകത്ത് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി പഠിക്കാം എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നറിഞ്ഞാലല്ലേ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ സിലബസ് വായിക്കുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് വരും. ഇത് ഇവിടെ നിന്ന് കിട്ടും, ഇത് പഠിച്ചാൽ തീരുവോ, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് വരും. അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിന്ന് നിങ്ങളോട് സംവദിക്കുവാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുവാനായിട്ട് എത്തിയിരിക്കുക. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ അത് കമന്റായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും തുടർന്നുള്ള വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ പറയുന്ന കുറേ കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് എങ്ങനെ വളരെ ലളിതമായി പഠിച്ചുറപ്പിക്കാം എന്ന കണ്ടന്റ് വീഡിയോസും നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സിലബസിലേക്ക് നമുക്ക് പോകാം. സിലബസ് നിങ്ങൾ ആദ്യം പ്രാധാന്യത്തോടെ മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് സിലബസ് കാണാമല്ലോ. ഇതില് ഏറ്റവും ആദ്യം പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ചയെന്നാണ്. ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും AD 9-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിലേക്ക് ആര്യന്മാര് വരിക. ആര്യന്മാര് ഹിന്ദുമത പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച മാർഗമായിരുന്നു ഭക്തി പ്രസ്ഥാനം. അത് സിലബസിൽ മധ്യഭാഗത്തിനും താഴെയായിട്ടാണ് കൊടുത്തിരിക്കുക അല്ലെ, ഏറ്റവും അവസാനമായിട്ടാണ് അല്ലെ, ഭക്തി പ്രസ്ഥാന നായകർ. അപ്പൊ കേരളത്തിലെ AD 9-ാം നൂറ്റാണ്ടിന് ശേഷം എത്തിച്ചേർന്ന ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ആര്യന്മാരുടെ ഫലമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്തി പ്രസ്ഥാന നായകനായ കുലശേഖര ആഴ്വാറുടെയും, അദ്ദേഹം വൈഷ്ണവ വിഭാഗത്തിലെ പണ്ഡിതനായിരുന്നു, അതുകൊണ്ട് ആഴ്വാർ എന്നറിയപ്പെടുക. അദ്ദേഹത്തിന്റെ മകനായ രാജശേഖരവർമ്മ അഥവാ ചേരമാൻ പെരുമാൾ നായനാർ, അദ്ദേഹം ശൈവ വിഭാഗത്തിലെ പണ്ഡിതനായിരുന്നു, അതുകൊണ്ടാണ് നായനാർ എന്ന സ്ഥാനത്തിൽ അറിയപ്പെടുക. പിന്നെ വിരമണ്ട നായനാറുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ച, പിന്നെ ഭക്തിപ്രസ്ഥാന നായകർ എന്നീ കാര്യങ്ങൾ എവിടെ പഠിക്കാനുള്ളതാണ്? നമ്മുടെ GK എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിങ്ങൾക്കിവിടെ പ്രാചീന കേരള ചരിത്രം എന്നൊരു ഏരിയ ഉണ്ട് അല്ലെ. ഇതാ നോക്കിയേ, പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ. ഇവിടെ പ്രാചീന കേരളത്തിലെ ആദ്യ രാജവംശമായ ആയി രാജവംശം നിങ്ങൾ പഠിക്കും. തുടർന്ന് കേരളം ആകെ അടക്കി വാണിരുന്ന 1-ാം ചേര സാമ്രാജ്യത്തെ കുറിച്ചും 2-ാം ചേര സാമ്രാജ്യത്തെ കുറിച്ചും നിങ്ങൾ പഠിക്കും. പിന്നെ വടക്കൻ കേരളത്തിലെ ഏഴുമല രാജവംശവും കോലത്തുനാടും ചിറക്കൽ ഒക്കെ നിങ്ങൾ പഠിക്കും. ഇതില് ഈ 2-ാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖര സാമ്രാജ്യം നിങ്ങൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തോടെ പഠിക്കേണ്ടി വരും? കുലശേഖര സാമ്രാജ്യം സ്ഥാപിച്ച കുലശേഖര ആഴ്വാറെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സംഭാവനകള്, അദ്ദേഹത്തിന്റെ മകനായ രാജശേഖരവർമ്മയുടെ കാലഘട്ടത്താണ് ശങ്കരാചാര്യർ പ്രവർത്തിക്കുക. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിൽ പരാമർശിക്കുന്നത് ആരെക്കുറിച്ചാണ്? രാജശേഖരവർമ്മയെ കുറിച്ചാണ്. ഈ രാജശേഖരവർമ്മയാണ് എന്ന് ആരംഭിക്കുക? മാമാങ്കം ആരംഭിക്കുക. തുടങ്ങിയ കാര്യങ്ങൾ അവിടെ തന്നെ നിങ്ങൾ പഠിക്കുകയാണ്. മനസ്സിലായോ? ഇനി ഈ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തില് ക്ഷേത്രങ്ങളുടെ ത്വരിത വളർച്ച ആരംഭിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു എന്നർത്ഥമില്ല, മറിച്ച് അക്കാലഘട്ടം വരെ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മതങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ബുദ്ധമതവും ജൈനമതവുമായിരുന്നു. BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 8-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മതങ്ങൾ ഏതാ? ബുദ്ധമതവും ജൈനമതവുമാണ്.
അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ബുദ്ധമത ക്ഷേത്രങ്ങളും ജൈനമത ക്ഷേത്രങ്ങളുമാണ് എന്തായിട്ട് മാറ്റപ്പെടുക, AD 9-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രങ്ങളായി മാറ്റപ്പെടുക. അപ്പൊ ആ ഒരു കാര്യം പഠിക്കുമ്പോൾ തന്നെ ചരിത്രപരമായ പ്രാധാന്യം, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ പ്രാധാന്യങ്ങളും അതോടൊപ്പം ക്ഷേത്ര ഉത്സവങ്ങളും ഒക്കെ നമ്മളിവിടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കും. മനസ്സിലായോ? ഓക്കെ, ഡൗട്ട് ഉണ്ടാവല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോ കൂടൽമാണിക്യ ക്ഷേത്രം, അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈനമത ക്ഷേത്രമായിരുന്നു. അത് പിന്നീട് എന്തായി മാറ്റപ്പെട്ടു? ഭരതനെ ആരാധിക്കുന്ന കൂടൽമാണിക്യ ക്ഷേത്രമായിട്ട് മാറ്റപ്പെട്ടു. മിക്കവാറും ക്ഷേത്രങ്ങള് അങ്ങനെയായിരുന്നു. പണ്ടുകാലത്ത് ബുദ്ധമത ക്ഷേത്രങ്ങൾ പൊതുവായി കേരളത്തിൽ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊരു മതത്തിന്റെയും ആരാധനാലയങ്ങൾ പൊതുവായി അറിയപ്പെട്ടതാണ് ക്ഷേത്രങ്ങൾ കേട്ടോ. അതിപ്പോ ബുദ്ധമതമാണെങ്കിലും ജൈനമതമാണെങ്കിലും. അപ്പൊ സ്വാഭാവികമായിട്ടും കേരള ചരിത്രം പഠിക്കുമ്പോൾ തന്നെ ഈ സിലബസിൽ അതായത് ഈ 15 മാർക്കിന്റെ ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ട 20% ടോപ്പിക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ പഠിക്കും. ഓക്കെ, മനസ്സിലായോ? ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത പഠിക്കുമ്പോൾ തന്നെ കേരളീയ വാസ്തുവിദ്യാ ശൈലി അവിടെ പ്രചരിക്കപ്പെടും. ഈ കേരളീയ ക്ഷേത്ര വാസ്തു ശൈലി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രാചീന കേരളം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്, കേരളത്തെ ആക്രമിച്ച് പൂർണ്ണമായും കീഴടക്കിയത് ആരായിരുന്നു? ചോളന്മാരായിരുന്നു. ഈ ചോളന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് പല്ലവന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലി ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ലവ ശൈലിയുണ്ട്. പ്രധാനമായും പല്ലവ ശൈലിയിലാണ് കേരളത്തിലെ ക്ഷേത്ര വാസ്തുശൈലി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഭക്തിപ്രസ്ഥാനത്തിന്റെ ഫലമായി ക്ഷേത്രങ്ങളുടെ ത്വരിത വളർച്ച ആരംഭിച്ചപ്പോൾ ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്ന ആളായിട്ട് ആരെ നിയമിക്കുകയാണ്? ഒരു വ്യക്തിയെ നിയമിക്കുന്നു. ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്ന ആൾക്കാരുടെ, പൂജാരിമാരുടെ കൂട്ടായ്മയായിട്ട് സഭ രൂപീകരിക്കുന്നു. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ധനസഹായം, ആചാരങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യുവാൻ ആ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്തെ രാജാവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ഈ ചർച്ചകളാണ് കച്ചം എന്ന പേരിൽ അറിയപ്പെടുക. ഏറ്റവും പ്രധാനപ്പെട്ട കച്ചം എന്ന് പറയുന്നത് മൂഴിക്കുളം കച്ചമാണ്. മൂഴിക്കുളം കച്ചം, മനസ്സിലായോ? അപ്പോ അത്തരം വസ്തുതകള് ക്ഷേത്രത്തിന്റെ ത്വരിത വളർച്ചയിലൂടെ നമ്മൾ പഠിക്കും. പിൽക്കാലത്ത് രാജഭരണങ്ങൾ മാറിയപ്പോൾ, ജനാധിപത്യ ഭരണം വന്നപ്പോൾ അവിടെ ദേവസ്വം എന്നൊരു വകുപ്പിന് തുടക്കം കുറിക്കപ്പെട്ടു. ദേവസ്വങ്ങൾ തുടക്കം കുറിക്കപ്പെട്ടു. മറ്റൊരു ചരിത്രം കൂടെ ഉണ്ട് ദേവസ്വത്തിന്. തിരുവിതാംകൂറിലെ 1750 ജനുവരി 3-ന് മാർത്താണ്ഡവർമ്മ നടത്തിയ തൃപ്പടിദാനം. ഈ തൃപ്പടിദാനത്തിലൂടെ തിരുവിതാംകൂർ രാജ്യത്തെ പൂർണ്ണമായിട്ട് അനന്തപത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്നു മുതൽ രാജ്യത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കേണ്ടത് ആരാണ്? ഈശ്വരൻ, അതായത് അനന്തപത്മനാഭൻ മഹാവിഷ്ണുവാണ്. അദ്ദേഹത്തിന് വേണ്ടി ദാസനായ സേവനം ചെയ്തുകൊള്ളാന്ന മാർത്താണ്ഡവർമ്മ പ്രതിജ്ഞ ചെയ്യുക. അപ്പൊ ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരായിരിക്കാം? ഈശ്വരന് ദൈനംദിനം പൂജ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് ഈ തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ 2 സമിതികൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി അഥവാ തിരുവിതാംകൂറിലെ ഭരണ ഉപദേശക സമിതിയായിട്ട് ബ്രഹ്മസ്വവും, ഭരണ ഉപദേശക സമിതിയായിട്ട് അഥവാ ഭരണ നിർവഹണ സമിതിയായിട്ട് ദേവസ്വവും. ആ ദേവസ്വം പിന്നീട് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിലേക്ക് മാറി. അപ്പൊ ആ ചരിത്രപരമായ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. മനസ്സിലായോ? അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുകള് അവ രൂപീകരിച്ചതെന്നാണ്, അതിൽ നിന്ന് വിഭജിച്ച് മറ്റൊരു ദേവസ്വം ബോർഡ് രൂപം കൊണ്ടെന്നാണ്, ഏത് വർഷമാണ് രൂപം കൊണ്ടത്, അതിന്റെ നിലവിലെ പ്രസിഡന്റ് ആര്, ആദ്യ പ്രസിഡന്റ് ആര്, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചുറപ്പിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കിയാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ പഠിക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രാചാരങ്ങളും ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും പ്രാദേശികമായ വ്യത്യാസവും ഒക്കെ നമ്മളിവിടെ പഠിച്ചുറപ്പിക്കും. ഇനി ക്ഷേത്രകലകളും എന്തുമായി ബന്ധപ്പെട്ടാണ് വരിക? ഭക്തിപ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട. അത് നിങ്ങൾ കേരള PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആർട്സ് ആൻഡ് കൾച്ചറിൽ പഠിക്കുന്നതാ. ക്ഷേത്രകലകളാണെങ്കിലും അനുഷ്ഠാന കലകളാണെങ്കിലും കൂടാതെ ക്ഷേത്രവാദ്യങ്ങളാണെങ്കിലും. ശരിയല്ലേ? കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രകലയാണ് കൂടിയാട്ടം എന്ന് പറയുക. ഈ കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങളോടൊപ്പം പിൽക്കാലത്ത് കൂത്തമ്പലങ്ങൾ ആരംഭിക്കുക. ശരിയല്ലേ? ഈ കൂത്തമ്പലങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിൽക്കാലത്ത് ദേവദാസ സമ്പ്രദായം ഉടലെടുക്കുക.
ആ ദേവദാസി സമ്പ്രദായത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമെന്ന് കണക്കാക്കുന്ന ഭരതനാട്യവും കേരളത്തിലെ സാംസ്കാരിക നൃത്തരൂപമായ നമ്മുടെ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ട മോഹിനിയാട്ടവും പ്രാധാന്യം വരിക. ദാസയാട്ടം ദേവദാസ സമ്പ്രദായത്തിൽ നിന്നാണ് മോഹിനിയാട്ടവും ഭരതനാട്യവും ഉത്ഭവിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് കൃത്യമായി പഠിച്ചുറപ്പിക്കാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ടെൻഷനേ വേണ്ട, അല്ലെ? ആർട്സ് ആൻഡ് കൾച്ചർ നിങ്ങൾ പഠിക്കുന്നതാണ്, അതോടൊപ്പം അത് കിട്ടും. പ്രത്യേകിച്ച് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ലോ. ടെൻഷൻ ഉണ്ടോ? ഇല്ല. കാരണം ഈ സിലബസ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞൊരു കമന്റ് ആണ്, ഇതാണ് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് എങ്കിൽ ഇതൊക്കെ എന്ന് പഠിച്ചു തീരാനാണെന്ന്. അങ്ങനെയൊന്നും ഇല്ല. കേരള ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുമ്പോഴേക്കും ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ ബാക്കിയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാ. ഓക്കെ. വേദങ്ങള്, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇത് നിങ്ങൾ പഠിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അതെവിടെയാ പഠിക്കുക? ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലാ പഠിക്കുക. നോക്കിയേ, അവിടെ സിലബസിന് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ GK കടന്നപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാചീന ഇന്ത്യ ചരിത്രം സിലബസിൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. യെസ്. അപ്പൊ പ്രാചീന ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് അവിടെ സിന്ധു നദീതര സംസ്കാരമാണ്. ഈ സിന്ധു നദീതര സംസ്കാരം എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരമാണ്. തുടർന്ന് ആര്യന്മാരെ മധ്യേഷ്യയിൽ നിന്ന് എത്തിച്ചേരുന്നു. ആ ആര്യന്മാരോട് പോരാടുകയും തുടർന്ന് സിന്ധു നദീതര സംസ്കാരം അസ്തമിക്കുകയും ചെയ്യുന്നു. സിന്ധു നദീതര സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗരികതയാണ്. നഗരവൽക്കരണം രൂപീകരിച്ച ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം ആര്യന്മാർ ഫോളോ ചെയ്യുന്നു. ആ സൈന്ധവരുടെ, സിന്ധു നദീതടത്ത് വസിച്ചവരുടെ ജീവിത രീതിയെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളും സംസ്കാരങ്ങളെയും കുറിച്ച് ആര്യന്മാർ രേഖപ്പെടുത്തി വെച്ചു. അതാണ് വേദങ്ങൾ എന്ന് പറയുക. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ സാഹിത്യകൃതിയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ഗ്രീക്ക് സംസ്കാരത്തിന് മുൻപ് തന്നെ വേദങ്ങൾ രൂപപ്പെട്ടു എന്നാണ് കണക്കാക്കുക, അല്ലെ? ആദ്യവേദമായ ഋഗ്വേദം എഴുതപ്പെടുന്നത് BC 1500-ലും മറ്റു വേദങ്ങൾ രചിക്കപ്പെടുന്നത് 1200-ലുമാണ്. അപ്പൊ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന വേദങ്ങളാണ്. ഈ വേദങ്ങൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലും പഠിക്കും. നമ്മുടെ ശങ്കരാചാര്യരെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വിശദമായി നമ്മൾ പഠിക്കും. വേദങ്ങളുടെ പ്രാധാന്യം എന്താണ്, വേദങ്ങളുടെ ഉള്ളടക്കം എന്താണ്, ഉപവേദങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഉപനിഷത്തുകള്, വേദാന്തങ്ങൾ എന്നാണ് ഉപനിഷത്ത് അറിയപ്പെടുക. വേദാന്തങ്ങൾ അഥവാ ഉപനിഷത്തുകൾ, വേദാംഗങ്ങൾ. ഇനി ഉപനിഷത്തുകളുമായി ബന്ധപ്പെട്ട കുറെ കാഴ്ചപ്പാടുകൾ അവിടെ ഉണ്ട്. പിന്നെ വേദങ്ങളുടെ ഉപവേദങ്ങളുണ്ട്, അല്ലെ? അപ്പോ പുണ്യഗ്രന്ഥങ്ങളൊക്കെ അവിടെ തന്നെ നമ്മൾ പഠിച്ചുറപ്പിക്കും. വിഖ്യാതമായ മതാചാര്യന്മാര്, ആത്മീയാചാര്യന്മാര്, സാമൂഹിക പരിഷ്കർത്താക്കള്, തത്വചിന്തകര്, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, അങ്ങനെയുള്ള ഒട്ടനവധി പ്രമുഖരായ വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചുറപ്പിക്കും. ഓക്കെ. ഇനി ആത്മീയ സദ്വചനങ്ങൾ, ഈ പ്രമുഖരായ സാമൂഹിക തത്വചിന്തകരും മതാചാര്യന്മാരും ഒക്കെ പറഞ്ഞ സദ്വചനങ്ങള് നമ്മൾ പഠിച്ചുറപ്പിക്കണം. പിന്നെ ഈ ദേവസ്വം ബോർഡുകൾക്ക് സമാനമായി ദേവസ്വം ട്രസ്റ്റിഷിപ്പിലാണ് ഓരോ ക്ഷേത്രങ്ങളും നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഭരണസമിതി ട്രസ്റ്റുകളായി രജിസ്റ്റർ ചെയ്യപ്പെടണം, അല്ലെ? അങ്ങനെ ട്രസ്റ്റുകളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളാണ് പിന്നെ പറയുക ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950. അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാന വകുപ്പുകളും പഠിച്ചുറപ്പിക്കണം. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആൻഷ്യന്റ് കേരള ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ സിലബസിലെ 80% നിങ്ങൾ കവർ ചെയ്യും. പിന്നെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട മാർത്താണ്ഡവർമ്മയെ കുറിച്ചൊക്കെ നിങ്ങൾ സ്ഥിരം പഠിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമാണ് ദേവസ്വങ്ങളുടെ ആവിർഭാവവും പിന്നെ ദേവസ്വങ്ങളുടെ പരിണാമവും, വിവിധ ദേവസ്വം ബോർഡുകളെ കുറിച്ചും. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ക്ഷേത്രങ്ങളുടെ ഭരണസമിതി ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യപ്പെടണം. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പഠിച്ചുറപ്പിക്കേണ്ടത്. ഇതിനൊക്കെ സോഴ്സ് എവിടെ കിട്ടുമെന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. കേരള ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങളെ സഹായിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. സ്പെഷ്യൽ ടോപ്പിക് എന്നല്ല, പരീക്ഷ പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 100% സിലബസ് കവർ ചെയ്യുന്നതിനുള്ള കോഴ്സുകളുമായിട്ട് ഞങ്ങൾ എത്തിച്ചേരും കേട്ടോ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം, ധൈര്യമായിട്ട് പഠിച്ചുറപ്പിക്കാം. 36 വേക്കൻസി അല്ലേ സാറേ ഉള്ളൂ എന്നൊരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു,
കേരളത്തിലെ നിലവിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മറ്റ് ദേവസ്വം ബോർഡുകളും വിജ്ഞാപനം ഉടനെ പുറപ്പെടുവിക്കുന്ന കണക്കാക്കുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ 36 LD വേക്കൻസി മാത്രമേ ഉള്ളൂ. മറ്റ് ദേവസ്വം ബോർഡുകൾ വരുന്നുണ്ട്. അപ്പോ ഈ ഒരു സിലബസ് തന്നെയായിരിക്കും അവിടെയും വരിക, സംശയമൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പഠിച്ചാൽ പോരെ, മറ്റെല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? അത് ഏറ്റവും മെച്ചപ്പെട്ട കാര്യമല്ലേ? ഇനി ഇപ്പൊ നിലവിൽ വേക്കൻസി ഉള്ളതാണ് 36. ഇനി ഈ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരാൻ നിശ്ചിത കാലയളവ് വേണ്ടി വരും. ആ റാങ്ക് ലിസ്റ്റിന് ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തെ കാലാവധി ഉണ്ടാവും. ആ സമയത്ത് ഒഴിവ് വരുന്നതും നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് അവകാശപ്പെട്ടതല്ലേ? അപ്പോൾ ഒഴിവുകളുടെ എണ്ണം കൂടിയേക്കാം. മറ്റ് ദേവസ്വം ബോർഡുകളെ വിളിക്കും. ആ ഒഴിവുകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങൾ കേരള PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ ആ രീതിയിൽ പഠിച്ചു പോവുക. അവിടെ പഠിക്കുന്ന ആർട്സ് ആൻഡ് കൾച്ചർ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആൻഷ്യന്റ് കേരള ഹിസ്റ്ററിയും ആൻഷ്യന്റ് ഇൻഡസ്ട്രിയും പഠിച്ചാൽ മതി. അതിനകത്ത് ഈ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം വന്നോളും അല്ലേ? നമ്മൾ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് എളുപ്പമല്ലേ? അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞാൻ വ്യക്തമാക്കി തരാം. സിലബസ് നമുക്ക് വ്യക്തമായാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.